എല്ലാ പ്രിയപ്പെട്ട പഠിതാക്കൾക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ ത്രയം സീരീസിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ആ ചോദ്യം ഇങ്ങനെയാണ്: അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദമേത് അഥവാ പര്യായമേത്? അങ്കാരം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ പർവ്വതം, കുരുമുളക്, അവയവം, തീക്കനൽ എന്നതാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തീക്കനൽ, അങ്കാരം. നളചരിതം ആട്ടക്കഥ നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലേ? ദമയന്തിക്ക് നളനോടുള്ള പ്രണയ പാരവശ്യ നിമിത്തം അവൾക്ക് അനുഭവപ്പെടുന്നത് ചെവികളിൽ അങ്കാരം ഇല്ലേ? ഈ പൂന്തോട്ടത്തിലിരുന്ന ദമയന്തിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ്. ചെവികളിൽ അങ്കാരമായി തോന്നി. ഏതാണ്? കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ എന്നാണ് തോന്നിയത്. കോകില കൂജിതങ്ങൾ കൊടിയ ചലതളി ചങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുസുമ സൗരഭം നാസാ കുഹര സരസൈരിഭം എന്നാണ് ദമയന്തിക്ക് അനുഭവപ്പെട്ടത്. അതാണ്. അപ്പോൾ അവിടെ ഉണ്ണായി പറഞ്ഞത് ചലതളി ചങ്കാരം, ചലത് അളി, ചലിക്കുന്ന വണ്ടിൻ്റെ ചങ്കാരം, മുഴക്കം, ചെവികളിൽ അങ്കാരം, ചെവിയിൽ തീക്കനൽ കോരി ഒഴിക്കുന്നത് പോലെ ദമയന്തിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. അപ്പോൾ അങ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം തീക്കനൽ എന്നാണ്. നമുക്ക് മറ്റു ചില വാക്കുകളുടെ പര്യായം നോക്കൂ. ശരീരം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് മേനി, ഗാത്രം, കായം, വപുസ്, മെയ്യ്, കളേബരം, തനു, കളം അല്ല കളേബരം, തനു, ഇതെല്ലാം ശരീരം എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. നോക്കൂ, അവയവം എന്നർത്ഥം വരുന്നവയാണ് അംഗം, പ്രതീകം, അപഘനം തുടങ്ങിയവയെല്ലാം അവയവം എന്നർത്ഥം വരുന്നതാണ്. പർവ്വതം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് അദ്രി, അചലം, ശൈലം, ഗിരി, നഖം. നാഗം സർപ്പമാണ് അല്ലെങ്കിൽ കുഴലാണ്, എന്നാൽ നഖം എന്ന വാക്കിന് പർവ്വതം. ഭൂധരം, ആ വാക്കിൻ്റെ അർത്ഥം പർവ്വതം എന്നാണ്, ഭൂധരം. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. കവി എന്നതിൻ്റെ സ്ത്രീലിംഗ പദമേത്? കവി. കവയിത്രി, കവിയത്രി, കവയത്രി, കവിയിത്രി എന്നെല്ലാം ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ, കവയിത്രി എന്നതാണ്. കവയിത്രി, അതാണ് കവിയുടെ സ്ത്രീലിംഗ പദം. നമുക്ക് മറ്റു ചില വാക്കുകളുടെ എതിർലിംഗം നോക്കിയാലോ. ജാമാതാവ്, ആ വാക്കിൻ്റെ അർത്ഥം മകളുടെ ഭർത്താവ്, മരുമകൻ എന്നാണ്. അതിൻ്റെ സ്ത്രീലിംഗം സ്നുഷ എന്നാണ്. മകൻ്റെ ഭാര്യ, മരുമകൾ, അതാണ് സ്നുഷ. പെട്ടെന്ന് ജാമാതാവ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സ്ത്രീലിംഗ ശബ്ദമാണെന്ന് തോന്നാം. മാതാവ്, ശരിക്കും അവിടെ മാതാവില്ല, ജാമാത എന്നാണ് ആ സംസ്കൃത പദം. മറ്റേ അശ്വത്ഥാമ പറഞ്ഞ് നമ്മൾ അശ്വത്ഥാമാവാക്കിയതുപോലെ ജാമാത പറഞ്ഞ് ജാമാതാവ് ആക്കിയതാണ്. ജാമാത, മരുമകൻ. ഭൃത്യൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം ഭൃത്യ എന്നാണ്. സുതൻ, ആ വാക്കിനർത്ഥം മകൻ എന്നാണ്. അതിൻ്റെ സ്ത്രീലിംഗമാണ് സുത, മകൾ. വൈരി, ശത്രു എന്നാണ് അർത്ഥം വരുന്നത്. വൈരി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം വൈരിണി എന്നും നേതാവിൻ്റേത് നേത്രി എന്നും ആകുമ്പോൾ വിദുഷി എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം, വിദുഷി എന്ന സ്ത്രീലിംഗത്തിൻ്റെ പുല്ലിംഗം വിദ്വാൻ എന്നാണ്. വിദുഷി സ്ത്രീലിംഗമാണ്, വിദ്വാനാണ് പുല്ലിംഗം. വിദുഷി സ്ത്രീലിംഗം, വിദ്വാൻ പുല്ലിംഗം. നമുക്ക് മറ്റു ചില വാക്കുകൾ നോക്കാം. നായിക എന്ന സ്ത്രീലിംഗത്തിൻ്റെ പുല്ലിംഗം നായകൻ എന്നും അവതാരകൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം അവതാരക എന്നുമാണ്. അവതാരിക എന്ന വാക്കിന് പ്രിഫേസ് എന്നാണ് അർത്ഥം. അവതാരക, അവതാരകൻ്റെ സ്ത്രീലിംഗം അവതാരക. കവി എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം കവയിത്രി എന്നും ഏകാകി, അത് പുല്ലിംഗമാണ്, അതിൻ്റെ സ്ത്രീലിംഗം ഏകാകിനി എന്നും മഹാൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം മഹതി എന്നുമാണ്, മഹതി. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ചെട്ടി, ചെട്ട, ചെട്ടൻ, ചേട്ടിച്ചൻ. ഇവിടെ ചെട്ടിച്ചി എന്ന സ്ത്രീലിംഗത്തിൻ്റെ പുല്ലിംഗം, ചെട്ടിച്ചി സ്ത്രീലിംഗമാണ്, അതിൻ്റെ പുല്ലിംഗം ഓപ്ഷൻ എ, ചെട്ടി എന്നതാണ്, ചെട്ടി. നമുക്ക് സമാനമായ മറ്റു ചില പുല്ലിംഗ സ്ത്രീലിംഗ പദങ്ങൾ നോക്കാം. ഇഷ്ടൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം ഇഷ്ട എന്നും ഈശ്വരൻ്റേത് ഈശ്വരി എന്നുമാണ്. ഉത്തമൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം ഉത്തമ എന്നും ഉദാസീനൻ എന്നതിൻ്റേത് ഉദാസീന എന്നുമാകുമ്പോൾ ഉപാധ്യായൻ, അധ്യാപകൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഉപാധ്യായൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം ഉപാധ്യായി എന്നും ഊരാളി എന്നതിൻ്റേത് ഊരാട്ടി എന്നുമാണ്. എന്നാൽ എംബ്രാൻ അഥവാ തമ്പ്രാൻ, അതിൻ്റെ സ്ത്രീലിംഗം എംബ്രാട്ടി. അപ്പോൾ തമ്പ്രാനായാൽ തമ്പ്രാട്ടി. കഠിനൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം കഠിന എന്നും കണിയാൻ എന്നതിൻ്റേത് കണിയാട്ടി എന്നുമാണ്. ഇത് കണിയാർ എന്നതിൻ്റേതും കണിയാട്ടിയാണ്. കാര്യം കണിയാർ എന്നുള്ളത് പൂജക ബഹുവചനമാണ്. യഥാർത്ഥത്തിൽ ഒരാളേ ഉള്ളൂ, റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് ബഹുവചനം ഉപയോഗിക്കുന്നതാണ് പൂജകം. അതിൻ്റെ സ്ത്രീലിംഗവും കണിയാട്ടി എന്നാണ്. എന്നാൽ പോത്ത് എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം എരുമ എന്നാണ്.
പ്രഭുവിൻ്റേത് പ്രഭി എന്നാകുമ്പോൾ പ്രസാധകൻ എന്ന പുല്ലിംഗ പദത്തിൻ്റെ സ്ത്രീലിംഗം പ്രസാധിക എന്നാണ്. പ്രിയൻ്റെ എതിർലിംഗം പ്രിയ എന്നാകുമ്പോൾ പ്രേയാൻ എന്ന പുല്ലിംഗ പദത്തിൻ്റെ സ്ത്രീലിംഗം പ്രേയസി എന്നാണ്. എന്നാൽ പ്രേക്ഷകൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം പ്രേക്ഷക എന്നുമാണ്. പ്രേക്ഷക. ഇപ്പോൾ നമുക്ക് മറ്റു ചില വാക്കുകളുടെ എതിർലിംഗം നോക്കൂ. പൗത്രൻ, പുത്രൻ്റെ പുത്രൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ സ്ത്രീലിംഗമാണ് പൗത്രി. പൗത്രി. പൗരൻ എന്ന വാക്കിന് പൗരി എന്നും പുരന്ധ്രി എന്ന എതിർലിംഗമുണ്ട്. ശരിക്കും പൗരൻ എന്ന സംസ്കൃത വാക്കിൻ്റെ സംസ്കൃതത്തിലെ എതിർലിംഗം പുരന്ധ്രി എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഭരണഭാഷ മലയാളം, ഔദ്യോഗിക ഭാഷ മലയാളം ആക്കിയപ്പോൾ പുരന്ധ്രി എന്ന വാക്ക് നമുക്ക് അത്ര പരിചയം പോരാത്തതിനാലും പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാലും നമ്മുടെ പുതിയ ഭരണഭാഷ ഇതനുസരിച്ച് പൗരൻ എന്നതിൻ്റെ സ്ത്രീലിംഗം പൗരി എന്ന് പ്രയോഗിക്കാൻ തുടങ്ങി. അത് ഈ സംസ്കൃതവുമായി നമുക്കുള്ള പരിചയക്കുറവ് നിമിത്തമാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ബലവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ബലവതി എന്നാകുമ്പോൾ ബാലകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ബാലിക എന്നാണ്. ബാലകൻ ബാല എന്നും ബാലിക എന്നും പ്രയോഗിക്കാറുണ്ട്. ബാല ബാലിക. അത് ബാലകൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ്. ഇപ്പോൾ നമ്മൾ എതിർലിംഗ പദങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഉപയോഗപ്രദമായി കാണുമെന്ന് കരുതുന്നു. നമുക്കിനിയും ത്രയം സീരീസിലെ കൂടുതൽ ചോദ്യാവലികളുമായി പരിചയപ്പെടണം. കൂടുതൽ ചോദ്യാവലികളുമായി ഇനിയും സഹകാരി റൈസ് പ്ലസ് നിങ്ങളെ തേടിയെത്തും. കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.